എല്ലാവർക്കും നമസ്കാരം. വിഭജികയിലേക്ക് സ്വാഗതം. പൊട്ടൻകാവിന്റെ ചരിത്രം. ശ്രീധർമ്മശാസ്താവും ശ്രീ ഭദ്രകാളി ദേവിയും കുടികൊള്ളുന്ന പൊട്ടൻകാവ് എന്ന എൻ്റെ ഗ്രാമം. ദൈവസാന്നിധ്യം നിറഞ്ഞ ഈ പുണ്യഭൂമിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന് സർവേശ്വരനോട് ആദ്യം നന്ദി പറയുന്നു. വിഭജിക എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പൊട്ടൻകാവും ശ്രീധർമ്മശാസ്താവും ശ്രീ ഭദ്രകാളി ദേവി ചരിത്രവുമായി നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. വർഷങ്ങൾക്ക് മുൻപ് കാടായിരുന്ന സ്ഥലത്ത് ഒരു കാവും അയ്യപ്പസ്വാമിയും കുടികൊണ്ടിരുന്നു. കേൾവി കുറവുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ ഈ കാവിൽ പൂജ നടത്തിയതിനാൽ പൊട്ടൻകാവ് എന്ന പേരുണ്ടായി എന്ന് അറിയപ്പെടുന്നു. 1130 മിഥുനമാസം 20, 1955 ജൂലൈ 4 ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ചെറിയ രീതിയിൽ നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. അന്ന് ആലുംപാറ പുത്തൻ വീട്ടിലെ കാരണവരും ആമിയൻ എന്ന വിളിപ്പേരുള്ള കാരണവരും ചേർന്ന് ക്ഷേത്രകാര്യങ്ങൾ നടത്തിപ്പോന്നു. സമ്പൽ സമൃദ്ധിയും വിദ്യയും തൊഴിലും പ്രദാനം ചെയ്യുന്ന ശ്രീധർമ്മശാസ്താവും ശ്രീ ഭദ്രകാളി ദേവിയും കുടികൊള്ളുന്ന പൊട്ടൻകാവിലെ ചരിത്രവുമായി നമുക്ക് ഇനിയും യാത്ര തുടരാം. നന്ദി.